ഹലോ, ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉമ്മ അലീൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ. ബ്രെഡ് കൊണ്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റ് ആണെങ്കിൽ മൗത്ത് വാട്ടറിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്, സാധാരണ മിൽക്ക് ബ്രെഡ്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെറിയ പീസായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 4-5 പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രെഡ് പീസസ് മൊത്തം ഈ ഒരു ട്രേയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പം ഇതിങ്ങനെ കഴിക്കുമ്പം ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്നട്ടും കുറച്ച് ബ്ലാക്ക് റൈസൻസും ആണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് സെറ്റായി. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 കപ്പ് പാലൊഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊന്നും ഓണാക്കാണ്ട് ഫസ്റ്റ് തന്നെ പാലൊഴിക്കുക. അതിന് ശേഷം ഒരു കഷ്ണം പട്ട അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് ചൂടായ സമയത്ത് നമുക്കിതാ ഈ ഒരു കഷ്ണം പട്ട ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇതാ ഇതുപോലെ ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ മേലയിൽ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് തന്നെ കുറച്ച് മറിഞ്ഞു പോയി കേട്ടോ. മൈ സാരി ലൈൻ ഇതായാലും ഇട്ടില്ലേ. ഇനി നമുക്കിതാ വേറൊരു കോട്ടിങ് കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബൗളെടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടി യൂസ് ചെയ്യട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ തിക്ക് ക്രീം ആയാലും യൂസ് ചെയ്യട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീമും മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നല്ല അടിപൊളി ഡെസേർട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ മേലിൽ മൊത്തം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ വെറും 15 മിനിറ്റ് മാത്രമാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതെല്ലാം നിങ്ങൾ ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം പാത്രത്തിൽ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം, അതല്ലെങ്കിൽ ഇളം ചൂടോടെ കൂടിയും കഴിക്കാം കേട്ടോ. എന്തായാലും സംഭവം പൊളിയാണ്. എന്താ വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത്രയും പൊളിയാണ് കേട്ടോ. പിന്നെ ഇത് കഴിച്ചാലല്ലല്ലോ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് അധികം കഴിക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്.